ക്രിസ്തുവിൽ പ്രിയ ദൈവമക്കളെ, ഇന്നേ ദിവസം യോഹന്നാനുണ്ടായ വെളിപാട് 1-ാം പുസ്തകം അതിന്റെ 13-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചില കാര്യഗതികളെ കുറിച്ച് നമുക്ക് ശ്രവിക്കാം. യോഹന്നാനുണ്ടായ വെളിപാട് 1-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ചു മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. പ്രിയമുള്ളവരെ, ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പിതാവായ ദൈവത്തിന്റെ പുത്രനാവുന്ന യേശു ക്രിസ്തുവിന്റെ വ്യക്തിത്വം അല്ലെങ്കിൽ രൂപം എന്തായിരുന്നു എന്നാണ്. അപ്പോൾ നമുക്ക് അറിയാവുന്നതുപോലെ പുറപ്പാട് പുസ്തകം അതിന്റെ 19-ാം അധ്യായം രേഖപ്പെടുത്തിയിരിക്കുന്നത് സീനായ് പർവ്വതത്തിൽ ഇറങ്ങി വന്ന പിതാവായ ദൈവത്തിന്റെ രൂപസാദൃശ്യം എപ്രകാരമായിരുന്നു എന്ന് പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 1 മുതൽ താഴോട്ടുള്ള എല്ലാ വചനങ്ങളും വായിക്കുമ്പോൾ അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. സീനായ് മലയിൽ പ്രത്യക്ഷനായ ദൈവത്തിന്റെ രൂപസാദൃശ്യം, സീനായ് മലയിൽ മോശയുടെ അടുക്കൽ പ്രത്യക്ഷനായ ദൈവത്തിന്റെ ദിവ്യ സാന്നിധ്യം. പിതാവായ ദൈവത്തെ മോശ മാത്രമേ കണ്ടിട്ടുള്ളൂ. മോശയിൽ കൂടെ അല്ലാതെ നമുക്ക് ദർശിക്കുവാൻ സാധിച്ചിട്ടില്ല. ആ മോശയാണ്. ആ മോശ ദൈവത്തെ കണ്ടതിന് ശേഷം മോശയുടെ രൂപം എപ്രകാരമായിരുന്നു? മോശയുടെ മുഖം നല്ലവണ്ണം ശോഭയോടുകൂടെ പ്രകാശിച്ചുകൊണ്ടിരുന്നതാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയമുള്ളവർ, അപ്പോൾ ഇപ്രകാരമുള്ളവര് മോശ കണ്ട ദൈവത്തിന്റെ പുത്രനാവുന്ന യേശു ക്രിസ്തുവിന്റെ രൂപസാദൃശ്യമാണ് ഇവിടെ 13-ാം വാക്യത്തിൽ യോഹന്നാൻ കാണുന്നത്. യോഹന്നാൻ അപ്പോസ്തലനോടുകൂടെ അല്ലെങ്കിൽ തന്റെ 12 ശിഷ്യന്മാരോടുകൂടെ അല്ലെങ്കിൽ താൻ തിരഞ്ഞെടുത്ത് അയച്ച 70 ശിഷ്യ ഗണങ്ങളോടുകൂടെ ആയിരുന്ന അതേ യേശു ക്രിസ്തു തന്റെ 3.5 വർഷത്തെ പരസ്യ ശുശ്രൂഷ കാലത്തിൽ ഈ ലോകത്തിലായിരുന്ന അവരോടൊപ്പം ആയിരുന്ന അതേ യേശു ക്രിസ്തു ഇവരെ നല്ലവണ്ണം വ്യക്തിപരമായി ജീവിതചര്യകളിൽ കൂടെ രുചിച്ചറിഞ്ഞ അതേ യേശു ക്രിസ്തു അവസാനം ഇവിടെ മറുരൂപ മലയിൽ വെച്ച് ഈ ശിഷ്യഗണങ്ങൾക്ക് 3 ശിഷ്യന്മാർക്കും രൂപാന്തരപ്പെട്ട അതേ യേശു ക്രിസ്തു, വെളിപ്പെട്ട അതേ യേശു ക്രിസ്തു ഇവിടെ കാണുന്നത്, ഇവിടെ മനുഷ്യപുത്രന് സദൃശനായ ഒരു വ്യക്തിയായി കാണുന്നത് അവന്റെ രൂപം വേറെയാണ്. പ്രിയമുള്ളവരെ, അല്ലെങ്കിൽ കാൽവരി ക്രൂശിൽ തകർക്കപ്പെട്ട ആ അവസ്ഥയിൽ കണ്ട യോഹന്നാൻ അതേ അവസ്ഥയിൽ കണ്ട അതേ യേശു ക്രിസ്തുവിന്റെ രൂപമല്ല ഇവിടെ കാണുന്നത്. ഇവിടെ കാണുമ്പോൾ വേറെ രീതിയാണ്. 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ചു മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശ്യനായവനെയും കണ്ടു. നാം നേരത്തെ മുൻപുള്ള വാക്യത്തിൽ ധ്യാനിച്ചതുപോലെ 7 പൊൻനിലവിളക്കുകൾ, 7 പൊൻനിലവിളക്കാവുന്ന ശോഭയേറിയ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന വിളക്കിന്റെ മധ്യേ അധിവസിക്കുന്ന യേശു ക്രിസ്തുവിന്റെ അതേ രൂപമാണ് പ്രിയമുള്ളവരോട് വ്യക്തമായി നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നത്. ഇതേ യേശു ക്രിസ്തു ഇവിടെ കാണുന്നത് 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച, നിലയങ്കി എന്താണ് നിലയങ്കി? നമുക്കറിയാമല്ലോ. അടി തൊട്ട് താഴെ അറ്റം വരെയും മുകൾ തൊട്ട് താഴെ അറ്റം വരെയും ഒരു ചീന്തലുമില്ലാതെ ഒന്നായി ഇണക്കി ചേർത്തെടുത്തിരിക്കുന്ന നിലയങ്കി. നമ്മുടെ പള്ളിയിലെ അച്ഛന്മാര് ഉപയോഗിക്കുമ്പോഴുള്ള ലോക ഇങ്ങനെയുള്ളതാണ് നിലയങ്കി. ഇതാണെങ്കിൽ ഒന്നായി ഇണക്കി ചേർത്തിരിക്കുന്ന ആ നിലയങ്കി ഉടുത്തവനായി, നിലയങ്കി ധരിച്ചവനായി, മാറത്ത് പൊൻകച്ച കെട്ടിയവനായി. മാറത്ത് നമുക്കറിയാമല്ലോ, പണ്ടത്തെ അമ്മമാരെല്ലാം കണ്ടിട്ടുള്ളവർക്ക് അറിയാം. അവർ സാരി ഉടുക്കത്തില്ല, അവർ അല്ലാതെ ചേല കെട്ടിയിട്ട് അവർ മേലാപ്പെടുമ്പോൾ അതിന് ക്രോസായത് കഴുത്തിൽ നിന്നും താഴോട്ട് വലതുവശത്തായാലും ഇടതുവശത്തായാലും കഴുത്തിൽ നിന്നും കൈയുടെ കക്ഷത്തേക്ക് ക്രോസ് ചെയ്ത് അവരിടുന്ന ഒരു അവസ്ഥ ഉണ്ട്. അപ്പോഴിങ്ങനെ മാറത്ത് പൊൻകച്ച കെട്ടിയവനായി ഇതേ അവസ്ഥയിൽ കൂടെ ഉള്ള ഒരു യേശു ക്രിസ്തുവിനാണ് നാം അവിടെ ദർശിക്കുന്നത്. പ്രിയമുള്ളവരെ, കൂടാതെ മനുഷ്യപുത്രനോട് സദൃശനായവൻ. മനുഷ്യപുത്രൻ ആരായിരുന്നു? കാൽവരി ക്രൂശിൽ തകർക്കപ്പെട്ട യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിനോളം സദൃശനായ, ആ യേശു ക്രിസ്തുവിനോളം സദൃശനായ ഒരു വ്യക്തി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആ ദൈവപുത്രനാവുന്ന യേശു ക്രിസ്തുവിന്റെ വല്ലഭത്വമുള്ള വ്യാപാര ശക്തി നമ്മെ എല്ലാവരെയും ഭരിച്ചു വഴി നടത്തുന്നവൻ കൃപകൾക്കായി സ്തോത്രം. ആ ദൈവത്തിന്റെ സാന്നിധ്യമാണ് പ്രിയമുള്ളവരെ നമ്മെ ഇന്ന് ഓരോരുത്തരെയും വഴി നടത്തുന്നത്. ആ ദൈവത്തിന്റെ സാമീപ്യമാണ് പ്രിയമുള്ളവരെ നമ്മ ഓരോരുത്തരെയും, സർവ്വചരാചരങ്ങളെയും, നമ്മ മാത്രമല്ല ദൈവത്തിന്റെ സൃഷ്ടിയാകുന്ന സർവ്വചരാചരങ്ങളെയും
വഴി നടത്തുന്നത് ആ ദൈവത്തിന്റെ സന്നിധിയിൽ നേരോട് നീതിയോട് വിശ്വസ്തയോടും കൂടെ ആയിരുന്നുകൊണ്ട് ആ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ വചനങ്ങളെ അന്ത്യകാലത്തെങ്കിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ള പ്രവചനങ്ങളെ, അന്ത്യകാലത്തിൽ സംഭവിക്കാൻ പോകുന്ന ഈ പ്രവചനങ്ങളെ, അല്ലെങ്കിൽ ഈ പ്രവചനത്തിന്റെ എല്ലാവിധമാവുന്ന കേന്ദ്ര ബിന്ദുവായിരിക്കുന്ന ദൈവ സാന്നിധ്യത്തെ, ദൈവത്തിന്റെ അറിവിനെ നമുക്ക് എല്ലാവർക്കും പ്രാപിക്കാം. അതിന് പ്രകാരം നമുക്ക് ജീവിക്കാൻ പ്രിയമുള്ളവരെ. ആയതിലേക്ക് വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും വഴി നടത്തുമാറാകട്ടെ. ആമേൻ, ആമേൻ.